അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ ചായൻ്റെ ഒപ്പം നല്ല രസമുള്ളൊരു ചായക്കടി ഉണ്ടാക്കി കാട്ടിത്തരാൻ വേണ്ടി കണ്ടാണ്. നല്ല രസമുള്ളൊരു ചായക്കടിയാണ് കേട്ടോ അത്. പിന്നെ ഉണ്ടാക്കാനും നമുക്ക് നല്ല എളുപ്പമാണ്. അതേപോലെ നമ്മളെ പെരയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം കൊണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മളെ മിക്സിൻ്റെ ജാർ ഇങ്ങോട്ട് എടുത്തുക്കണു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തുകാണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞുകാണ്ട് നല്ലോണം കേക്കിക്കാണ്ട് ഒന്നങ്ങോട്ട് മുറിച്ചുകാണ്ട് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതൊന്നല്ല കേട്ടോ, വേവിച്ചാത്ത ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ഇതൊന്നും അങ്ങോട്ട് അരയാൻ വേണ്ടിയിട്ടാണ് ഒന്നാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പാകത്തെ വെല്ലുവിളി എടുത്തുകാണ്ട് അതും തന്നെ ഒന്നങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് എടുത്തുകാണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തുകാണ്ട് അതും തന്നെ ഒന്നങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു 5 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തുക്കണത്. ഇനി നമുക്കിത് ആ മിക്സിമ വെച്ച് കണ്ട് നല്ലോണം ഒന്നങ്ങോട്ട് അരച്ചെടുക്കുക. അപ്പം ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും പാരണ്ട കേട്ടോ. ഈ വെല്ലുള്ളിയും ഉരുളക്കിഴങ്ങും ഒക്കെ അരക്കുമ്പോൾ തന്നെ നല്ല വെള്ളം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ ആ മിക്സിമ വെച്ച് കാണ്ട് നല്ലോണം അങ്ങോട്ട് അരച്ചെടുത്തുക്കണ്. ഇനി നമുക്കിത് ഇമാതിരി ഒരു പാത്രത്തേക്ക് ഒന്ന് അങ്ങോട്ട് പാർന്നു കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് എടുത്തുക്കണത് ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ്. അപ്പോൾ ഇതിലേറെ പലഹാരം വേണമെന്ന് വെച്ചാൽ കുറച്ച് അരിപ്പൊടി കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കായപ്പൊടി കൂടുന്ന വെച്ചതുണ്ടെന്ന് വെച്ചാൽ ഒരു നുള്ളു കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല എടുത്തുകാണ്ട് ചെറുതാക്കി അരിഞ്ഞുകാണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ 1 കപ്പ് വെള്ളവും കൂടി പാർന്ന് കൊടുത്തുകാണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ലോണം കട്ടയൊന്നും ഇല്ലാതെ നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മളിപ്പോൾ നല്ലോണം അങ്ങോട്ട് ഇളക്കിയെടുത്തുക്കണു. ഇനി നമുക്ക് നമ്മളെ തിജ് അങ്ങോട്ട് കത്തിച്ച് കൊടുത്തുകാണ്ട് ഇതൊന്നങ്ങോട്ട് കുറുക്കിയെടുക്കണം. തിജ് നല്ലോണം കൂട്ടി വെക്കണ്ട കേട്ടോ. ഒരു പാകത്തെ തിജിൽ വെച്ച് കാണ്ട് ഒന്നങ്ങോട്ട് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ കൈയെടുക്കാതെ നല്ലോണം ഇളക്കിക്കൊണ്ട് നിൽക്കും ചെയ്യട്ടോ. എളുപ്പമുണ്ട് ഇപ്പോൾ ഇതിത്തെ വെള്ളമൊക്കെ വറ്റി വരാൻ. തോനെ നേരം വേവിച്ച് കൊണ്ട് നിൽക്കൊന്നും വേണ്ടേ. അപ്പോൾ നോക്കുകയാണേ ഇപ്പോൾ ഇത് വെള്ളമൊക്കെ വറ്റിക്കാണ്ട് ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടില്ലേ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് കേട്ടത് വേണ്ടത്. ഇനി നമുക്ക് നമ്മളെ തിരിച്ചൊന്ന് അങ്ങോട്ട് കെടുത്തി കൊടുത്തുകാണ്ട് ഇതൊരു പാത്രത്തേക്ക് ഒന്നാണ് മാറ്റി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ ചൂടൊന്നങ്ങോട്ട് മാറിയതിന് ശേഷം നമുക്കിത് നല്ലോണം ഒന്നങ്ങോട്ട് കുഴച്ചെടുക്കുക. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്നങ്ങോട്ട് പൊയ്ക്കണ്. അപ്പോൾ നമ്മളിത് നല്ലോണം കുഴച്ചെടുത്തിക്കണം കേട്ടോ. അപ്പോൾ തോനെ കുഴച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇനി നമുക്കിതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പലഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കയ്യുമ്മലൊന്നും ഒട്ടിപ്പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ അതല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്നാണ് തടവി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു ഉരുളെടുത്തുകാണ്ട് കയ്യിലൊന്ന് വെച്ചുകാണ്ട് നല്ലോണം നമ്മൾ ഉരുട്ടിക്കാണ്ട് ഇതേപോലെ ഒന്നങ്ങോട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇതേപോലെ കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയിരിക്കണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ ഇത് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ ഇത് മുഴുവനുമായിട്ട് ഉണ്ടാക്കിയെടുത്തുക്കണ്. ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാതിരി ചട്ടി അടുപ്പത്ത് ചേർത്തുകാണ്ട് അതിൽ ഓയിലും പാർന്ന് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ നല്ലോണം ചൂടായി നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നാണ് പൊരിച്ചെടുക്കുക. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നുകാണ്ട് ഈ ഒരു പാകത്തിനായി വരുമ്പോൾ നമുക്കിത് ഒന്നങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ തിജൊരു പാകത്ത് തിജിൽ വെച്ച് കാണ്ടാണ് കേട്ടോ പൊരിച്ചെടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് പുറം ഭാഗം നല്ലോണം മൊരിഞ്ഞാണ് കേട്ടോ അതുണ്ടാവുക. ഈ ഒരു പലഹാരത്തിൻ്റെ മാവ് നമ്മൾ ആദ്യം തന്നെ വേവിച്ചെടുത്തോണ്ട് പിന്നെ തോനെ വെന്തിട്ടാനൊന്നുമില്ലല്ലോ. ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ തന്നെ മതി. അപ്പോൾ അങ്ങനെ കളറൊക്കെ മാറിക്കാണ്ട് ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കണം. എന്നിട്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് പൊരിച്ചെടുക്കുക. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇത്ര പണിയുള്ളൂ. നല്ല രസമുള്ളൊരു പലഹാരം നമുക്കിവിടെ റെഡിയായി വന്നിക്കണ്. തിന്നാനാണെങ്കിൽ നല്ല രസമുണ്ട്. ഉണ്ടാക്കാൻ നമുക്ക് തോനെ പണിയില്ല. പിന്നെ പെരയിലൊക്കെ എപ്പോഴും ഉള്ള സാധനം കൊണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുകയും ചെയ്തിക്കണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ചായക്കടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഇഷ്ടപ്പെട്ടാലൊരു ലൈക്ക് തരീട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെന്ന് വെച്ചാൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും. പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നാണ് ഉണ്ടാക്കി നോക്കിക്കാണ്ട് നമ്മളോട് അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഇനി നമ്മൾ കാട്ടിത്തരണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണണ വരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.